ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ ചുവന്ന ചീര പരിപ്പ് കറിയാണ് ഉണ്ടാക്കുന്നത്. അതിനായി മാർക്കറ്റിൽ പോയപ്പോൾ ഇവിടെ ദുബായിലെ ഫാമിൽ നിന്നുള്ള ചീരയാണ്. നല്ല ചുമന്ന ചീര ഒരു പിടി വാങ്ങിച്ചിട്ടുണ്ട്. നമുക്കിതിൻ്റെ പകുതി മതി. പകുതി ചീര എടുത്ത് അത് കട്ട് ചെയ്ത് ചെറിയ പീസാക്കാം. ഈ ചീര നമുക്ക് കട്ട് ചെയ്ത് പകുതി മതി. ഇത്രയും ചീര മതി നമുക്ക് ഈ കറിക്ക്. കാരണം ഞങ്ങളിവിടെ 2 ആളേ ഉള്ളൂ. ഞങ്ങൾ കുറച്ച് ചീര മതി. നമുക്ക് മാറ്റി വയ്ക്കാം. ഈ ചീര നമുക്ക് വെള്ളത്തിലിട്ട് കഴുകി വൃത്തിയാക്കി എടുക്കാം. ഉപ്പും മഞ്ഞൾപ്പൊടിയും ചേർത്ത് 4-5 വെള്ളത്തിൽ കഴുകി വൃത്തിയാക്കി വെള്ളം എല്ലാം കളഞ്ഞു വെച്ചിരിക്കുന്ന ചുമന്ന ചീരയാണിത്. ഇനി ഇത് നമുക്ക് കട്ട് ചെയ്ത് ചെറിയ പീസാക്കി എടുക്കണം. നമുക്ക് ഈ ചീര കഴുകി വൃത്തിയാക്കിയ ചീരയുടെ ഈ തണ്ടൊക്കെ ഒന്ന് കട്ട് ചെയ്ത് മാറ്റാം. ഇത് നമുക്ക് ഡാലിൻ്റെ കൂടെ ഇട്ട് വേവിക്കാനുള്ളതാണ്. അത് മാറ്റി വയ്ക്കാം. ഇനി ഇത് നമുക്ക് വളരെ ചെറുതായിട്ട് അരിഞ്ഞെടുക്കാം. നമ്മൾ ചുമന്ന ചീര ഒഴിച്ചു കറിയാണ് ഉണ്ടാക്കുന്നത്. ഒരുപാട് തിന്നൊന്നും ആക്കണ്ട. ഒരുവിധം കട്ടിയിലരിയാം. ഇത് നമ്മൾ കറിയിൽ കിടന്ന് അങ്ങ് ചുരുങ്ങും. ചീരയെല്ലാം നമ്മൾ അരിഞ്ഞു വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഈ തണ്ടൊന്ന് അരിഞ്ഞെടുക്കാം. ഈ തണ്ടും കൂടെ ഒന്ന് അരിഞ്ഞെടുക്കാം. വളരെ തിന്നായിട്ട് തന്നെ അരിയാം. തണ്ടിന് വേവ് കുറച്ച് കൂടുതലാണ്. അതുകൊണ്ടാണ് തണ്ട് നമ്മൾ ദാലിൻ്റെ കൂടെ ഇട്ട് വേവിക്കുന്നത്. തണ്ടെല്ലാം അരിഞ്ഞൊരു ബൗളിലോട്ട് മാറ്റിയിട്ടുണ്ട്. ഇനി ഇതിനാവശ്യമുള്ള മറ്റു സാധനങ്ങൾ. തണ്ടെല്ലാം അരിഞ്ഞ് ചെറുതാക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് കറി എങ്ങനെ വെക്കാൻ നോക്കാം. ഇനി ഈ കറിയിലേക്ക് ആവശ്യമുള്ള മറ്റു സാധനങ്ങൾ: 1/2 കപ്പ് ഡാല്, ഇത് നമ്മൾ സാമ്പാർ പരിപ്പാണ്. 1/2 കപ്പ് തേങ്ങ, 1 തണ്ട് കറിവേപ്പില, കുറച്ച് ചുവന്നുള്ളി, 2 പച്ചമുളക്,
2 ചുവന്ന ഉള്ളി, അരയ്ക്കാനായി 2 വെളുത്തുള്ളി, പിന്നെ മസാലപ്പൊടികൾ, ജീരകത്തിൻ്റെ പൊടി, മഞ്ഞൾപ്പൊടി, കുറച്ച് കുരുമുളക് പൊടി, കുറച്ച് മുളക് പൊടി. ഇത്രയുമാണ് ഈ കറിക്ക് ആവശ്യമുള്ള സാധനങ്ങൾ. ഇനി ഇതെങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം. കടുക്, ഉപ്പ്, വെളിച്ചെണ്ണ, പരിപ്പ് വേവുന്നതിന് ആവശ്യത്തിനുള്ള വെള്ളം. ഒരു പാത്രം എടുത്ത് നമുക്ക് പരിപ്പ് അതിലിട്ടൊന്ന് വേവിക്കാം. കുറച്ച് വെള്ളം കൂടെ ഒഴിച്ച് ഒരു 1/4 ടീസ്പൂൺ ഉപ്പും കൂടെ ചേർത്ത് നമുക്ക് ഈ പരിപ്പൊന്ന് വേവിച്ചെടുക്കാം. പരിപ്പൊന്ന് വേകട്ടെ, നല്ലതുപോലെ വേകണം. ഡാല് വേകുന്നതിനായി ഞാനൊരു പ്രഷർ കുക്കറിലോട്ട് മാറ്റിയായിരുന്നു. നമുക്കൊന്ന് തുറന്ന് നോക്കാം. ഡാലൊക്കെ ഒരുവിധം വെന്തിട്ടുണ്ട്. ഈ സമയം നമുക്ക് ചീരയുടെ തണ്ടൊന്ന് ചേർക്കാം. തണ്ട് ചേർത്ത് ഒന്ന് ഇളക്കി കൊടുത്ത ശേഷം വീണ്ടും ഒന്ന് വേവിക്കാം. തണ്ടൊക്കെ ഇതിൽ കിടന്നൊന്ന് വേകട്ടെ. കുക്കർ ഓഫാക്കി അടപ്പൊക്കെ തുറന്ന് നോക്കാം. ഡാലും ചീരയുടെ തണ്ടും എല്ലാം വെന്തിട്ടുണ്ട്. ഇനി നമുക്കിതൊരു ബൗളിലോട്ട് മാറ്റാം. ഡാലും ചീരയുടെ തണ്ട് വെന്തത് നമുക്ക് മാറ്റി വയ്ക്കാം. എണ്ണ ചൂടാകുമ്പോൾ ഏകദേശം 1 ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കാം. വെളിച്ചെണ്ണ ചൂടാകുമ്പോൾ നമുക്ക് 1/2 ടീസ്പൂൺ കടുകിട്ട് പൊട്ടിക്കാം. കടുക് ഏകദേശം പൊട്ടിക്കഴിയുമ്പോൾ ഉള്ളി, 2 പച്ചമുളക്, 2 കറിവേപ്പില. ഒരു ഉണക്കമുളകും ചേർക്കാം. എല്ലാം ചെറുതായി ഒന്ന് മൂക്കുമ്പോൾ നമുക്ക് ചീര ചേർക്കാം, അരിഞ്ഞു വെച്ചിരിക്കുന്നത്. ചീരയിലേക്ക് 1/2 ടീസ്പൂൺ ഉപ്പും കൂടെ ചേർത്ത് നന്നായി ഒന്ന് അടച്ചു വെച്ച് 1 മിനിറ്റ് ഒന്ന് വേവിക്കാം. ചീര വേകുന്ന സമയം കൊണ്ട് നമുക്കൊരു മിക്സിയുടെ ജാർ എടുത്ത് അതിലേക്ക് രണ്ട് ചുവന്നുള്ളി, 2 വെളുത്തുള്ളി, അര ടീസ്പൂൺ ജീരകം, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, അല്ല 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/4 ടീസ്പൂൺ കുരുമുളക് പൊടി. ഇത്രയും തേങ്ങയും ചേർത്ത് തേങ്ങാപ്പീര കാൽ ടീസ്പൂൺ മുളക് പൊടിയും കൂടെ ചേർക്കാം. കുറച്ച് വെള്ളം കൂടെ ഒഴിച്ച് ആവശ്യത്തിന് വെള്ളം കൂടെ ഒഴിച്ച് അത് അരയാൻ ആവശ്യമുള്ള വെള്ളം നല്ല പേസ്റ്റ് പോലെ അരച്ചെടുക്കാം.
നല്ല മഷി പോലെ അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് പാത്രത്തിൻ്റെ അടപ്പൊന്ന് തുറക്കാം. ചീരയെല്ലാം ഒരുവിധം വെന്തിട്ടുണ്ട്. ഈ സമയം നമുക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന ദാൽ ചേർക്കാം. ചെറുതായൊരു തിള വരുമ്പോൾ നമുക്ക് അരപ്പ് ചേർക്കാം. ദാലെല്ലാം നല്ലതുപോലെ വെന്തിട്ടുണ്ട്. ഏകദേശം 1/2 ടീസ്പൂൺ ഉപ്പും കൂടെ ചേർക്കാം. വീണ്ടും ഒന്ന് ഇളക്കിയ ശേഷം അടച്ചു വയ്ക്കാം. ദാലും ചീരയെല്ലാം നല്ലപോലെ വെന്ത് ചെറുതായി തിളയ്ക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഈ സമയം നമുക്ക് അരപ്പ് ചേർക്കാം. എല്ലാം കൂടെ ഒന്ന് ഇളക്കി കൊടുക്കാം. നമുക്ക് ജാറ് കഴുകിയ വെള്ളം കൂടെ ചേർക്കാം. എല്ലാം കൂടെ ഒന്ന് ഇളക്കിയ സമയം ഉപ്പൊന്ന് നോക്കാം. ഉപ്പ് കുറവാണ്. അടപ്പൊന്ന് തുറക്കാം. കറിയൊക്കെ നല്ലതുപോലെ വെന്ത് ചുവന്ന ചീര കൂട്ടാൻ റെഡി. നമുക്ക് ലാസ്റ്റ് ഇതിലേക്ക് ഒരു തണ്ട് കറിവേപ്പിലയും കുറച്ച് കറിവേപ്പിലയും കുറച്ച് പച്ച വെളിച്ചെണ്ണയും കൂടെ ചേർക്കാം. ചെറുതായി മിക്സ് ചെയ്ത ശേഷം നമുക്ക് അടച്ചു വയ്ക്കാം. ഫ്ലെയിം ഓഫ് ചെയ്യാം. പാത്രത്തിൻ്റെ അടപ്പൊന്ന് തുറക്കാം. ചുവന്ന ചീര ഡാൽ കറി റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കൊരു സെർവിങ് ബൗളിലോട്ട് മാറ്റാം. ചുവന്ന ചീര ഡാല് കറി റെഡി. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു നല്ല റെസിപ്പിയുമായി വീണ്ടും കാണാം. താങ്ക് യു.